നിങ്ങൾക്കറിയാം, മതരംഗത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 11,000-ൽ പരം പ്രാഥമിക മതപാഠശാലകൾ, മദ്രസകൾ സ്ഥാപിച്ചു. സമസ്ത ഇത് സ്ഥാപിച്ച് മുന്നോട്ട് പോയി. ഇത് കണ്ടിട്ടാണ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരുന്നു. സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആധികാരിക മതപണ്ഡിതനായ മൗലാന ചാലകത്ത് കുഞ്ഞഹമ്മദാജി മുസ്ലിയാർ റഹ്മഹുല്ല മഹാനവറുകൾ, അദ്ദേഹം ആരാണ്? ചാലകത്ത് കുഞ്ഞഹമ്മദാജി സാഹിബ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാറുടെ മഹാപണ്ഡിതന്റെ ഉസ്താദാണ്. ആരാണ് മൗലാന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ? നിങ്ങൾക്കറിയുമോ? അദ്ദേഹം മഹാനായ ജീവിതത്തിൽ നേർക്കുനേരെ കണ്ട ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധനായ സമസ്ത കേരളത്തിലെ സമുന്നതനായ അധ്യക്ഷൻ ഉസ്താദുൽ അസാത്തിദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മറാഖിദഹു അദ്ദേഹത്തിന്റെ ഗുരുവര്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരുവര്യനായ ചാലകത്ത് കുഞ്ഞഹമ്മദ് റഹ്മഹുല്ല അദ്ദേഹം 1909 ആധുനിക മദ്രസ പ്രസ്ഥാനത്തിന് വാഴക്കാട് തുടക്കം കുറിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി ചരിത്രം അറിയുന്നു. ബ്ലാക്ക് ബോർഡ്, ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, സിലബസ്, ബെല്ല് എല്ലാം അടങ്ങിയ പരീക്ഷ ഉൾക്കൊള്ളുന്ന ആധുനിക മദ്രസ സംവിധാനത്തിന് സമസ്ത രൂപീകരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ചാലിലകത്ത് സമസ്തയുടെ ആളാണ്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമസ്തയുടെ ആളാണ്. ഇതും ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ചാലിലകത്ത് എന്നാ മരിച്ചത്? 1919 ചാലിലകത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. സമസ്ത ഉണ്ടായതോ 1926. അപ്പൊ 1926 ഉണ്ടായ സമസ്തന്റെ നേതാവ് അങ്ങനെ ചാലിലകത്താകുക? ചാലിലകത്ത് നിങ്ങളുടെ സമസ്തയുടെ ആശയം സ്വീകരിച്ച ആളല്ല ഒരിക്കലും. ചാലിലകത്ത് നിങ്ങളുടെ 8-ാം പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്ന കുപ്രസിദ്ധമായ 8-ാം പ്രമേയം എന്താ? 8-ാം പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? ആ 8-ാം പ്രമേയം അത് ഒരുപാടുണ്ട്. അഥവാ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ അമ്പിയാക്കന്മാർക്കും മൗലിയാക്കന്മാർക്കും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആ കുപ്രസിദ്ധമായ 8-ാം പ്രമേയം അംഗീകരിക്കുന്ന ആളായിരുന്നു ചാലിലകത്ത്. അല്ല എന്നൊരു തെളിവ് കേട്ട് പിടിച്ച ഒന്ന്, അദ്ദേഹം മദ്രസ പരിഷ്കരണങ്ങളെ എതിർത്തപ്പോൾ അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. 2, ചാലിലകത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞ ചാലിലകത്ത് സമസ്തയുടെ ആളാണെന്ന് തെളിവെന്താ? ചാലിലകത്തിന്റെ ഉസ്താദുമാർ മുസ്ലിയാക്കന്മാരായിരുന്നു. നല്ല തെളിവാ. സ്വന്തം പള്ളി ദർശന കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കാം, മനുഷ്യന്മാരുടെ മുമ്പിൽ പറയണ്ട. മനസ്സിലായോ? മനുഷ്യന്മാരുടെ മുമ്പിൽ പറയണ്ട, പള്ളി ദർശന കുട്ടിയേക്ക് പറഞ്ഞു കൊടുക്കാം. മുസ്ലിയാർ എന്ന പേരുള്ളവരൊക്കെ മുസ്ലിയാക്കന്മാരാണെന്നാണ് നിങ്ങളുടെ വിചാരം. അങ്ങനെയാണെങ്കിൽ KM മൗലവിന്റെ പേരെന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നല്ല, മുസ്ലിയാരാണ് മൂപ്പര്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയട്ടോ, കാരണം KM മൗലവിന്റെ അമ്മോശനാണ് ചാലിലകത്ത്. ചാലിലകത്ത് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തത് KM മൗലവിക്കാണ്. അപ്പൊ KM മൗലവി അദ്ദേഹം മുസ്ലിയാരായിരുന്നു, അദ്ദേഹം സമസ്തന്റെ നേതാവെന്ന് പറഞ്ഞുകൂടായൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ പറയും. ഇനി 3-ാമത്തെ തെളിവ്, സ്വന്തം പെൺകുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു ചാലിലകത്ത്. നിങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. 4-ാമത് ഞാൻ ചോദിക്കട്ടെ, നീ ചാലിലകത്ത് നിങ്ങളുടെ ആളാണെങ്കിൽ എന്തിനാണ് ചാലിലകത്തിനെ വാഴക്കാട് നിന്ന് നിങ്ങൾ പുറത്താക്കിയത്? ചാലിലകത്തിന് വാഴക്കാടിൽ നിന്ന് ദാറുൽ നിന്ന് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വിശദീകരിക്കണം സമസ്തക്കാര്. നിങ്ങളാളാണെങ്കിൽ നിങ്ങൾ പുറത്താക്കോ? 5-ാമത്തെ തെളിവെന്താ? ചാലിലകത്തിന്റെ കാത്തിബായിരുന്നു മഹാനായ KM മൗലവി റഹിമഹുല്ല. അതുകൊണ്ടാണ് അതിന് കാത്തിബ് എന്ന് പേര് കിട്ടിയത്. ചാലിലകത്തിന്റെ 3 ആൺമക്കളും MCC സഹോദരന്മാര് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരുന്നു. സലഫിയായിരുന്ന അബുൽ കലാം ആസാദിന്റെ അൽ ഹിലാൽ എന്ന പത്രത്തിന്റെ സ്ഥിരം വായനക്കാരായിരുന്നു ചാലിലകത്ത്. നിങ്ങളുടെ വിശ്വാസം എന്താ? അഹ്ലു ബിദ്അത്തിന്റെ ആടുകളിലൂടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പാടില്ല എന്നല്ലേ? അതുപോലെ തന്നെ ഐനുൽ ഖിബലവാദത്തെ നിങ്ങൾ എതിർത്തിട്ടുണ്ട്. ചാലിലകത്തിന് അങ്ങനത്തെ ഒരു വാദം ഉണ്ടായിരുന്നു. എന്താ വാദം? ഐനുൽ ഖിബലയിലേക്ക് അതിന്റെ ഐന് കൃത്യമായിരിക്കണം അതിന്റെ രേഖ എന്ന്. മാത്രമല്ല അത് നിങ്ങൾ എതിർത്തിട്ടുണ്ട്. മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, മകളെ കെട്ടിച്ചത് KM മൗലവിയിലേക്കാണ്. ഇനി സമസ്തയുടെ 8-ാം പ്രമേയം അംഗീകരിക്കുന്ന ആളാണ് ചാലിലകത്ത്. നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. സഹോദരന്മാർ, ഈ രീതിയിൽ നവോത്ഥാന നായകന്മാരെ മുഴുവനും പോക്കറ്റടിച്ചുകൊണ്ട് നവോത്ഥാനം സ്ഥാപിക്കേണ്ട ഗതികേടാണ് സമസ്തക്കുണ്ടായിട്ടുള്ളത്. ഈ മരപോള മൗലവി ഏടെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും ചാലകത്ത് കുഞ്ഞഹമ്മദാജി വഹാബിയായി എന്നുള്ളതിൻ്റെ തെളിവ് പറഞ്ഞ വഹാബിയായി എന്നുള്ളതിൻ്റെ തെളിവെന്ത്? അയാൾ മൂപ്പര് കണക്കറിയില്ല, ദാറുൽ ഉലൂം ഒന്ന് പുറത്താക്കിയെന്നാണ്. പുറത്താക്കി തന്നെ വെക്ക വാദത്തിന് വേണ്ടിയിട്ട്.
പുറത്താക്കി എന്നുള്ളതാണ് വഹാബി എന്നുള്ളതിൻ്റെ തെളിവ്. അങ്ങനെയെങ്കിൽ അസ്ഗർ അലി ഫൈസി വഹാബിയാണ്, ഷംസുല്ലമി വഹാബിയാണ്, കുട്ടിക്കാടുന്നവർ പുറത്തായി. ഈ ചങ്ങായിക്ക് തലക്ക് വെളിവില്ലേന്ന്. ചാനലകത്ത് കുഞ്ഞഹമ്മദ് കുത്തുബി തങ്ങളെ ഉസ്താദ് മാത്രം മൂപ്പര് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പഴയകാല ദർസി സിലബസുകൾക്ക് കുറച്ചുകൂടി ഭൗതിക കിതാബുകൾ ചേർക്കണമെന്നുള്ള വാദക്കാരനായിരുന്നു. മന്തിഖ് മഹാനി പോലത്തെ കിതാബുകൾ പണ്ടത്തെ കാലത്തെ പൊന്നാനി ദർസുകളിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടും അതേപോലെ ഫലക്കിൻ്റെ കിതാബുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ദർസാണ് ബഹുമാനപ്പെട്ട ചാലകത്തിൻ്റെ ദർസ്. അതാണ് കിബിലത്തർക്കങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം. കിബിലത്തർക്കം ഉണ്ടായിട്ട് ഐനുൽ കിബില തന്നെ വേണം, ഇവിടുന്ന് നേരെ ഐന് തെറ്റിയാൽ പോലും ജിഹത്തുൽ കിബില പോരാ, ഐൻ തന്നെ വേണം എന്നുള്ള വാദം. അത് ഐനുൽ കിബിലയും ജിഹത്തുൽ കിബിലയും വഹാബിസവും സുന്നിസവും തമ്മിലുള്ള തർക്കമാണോ? അത് ഐന് മുപ്പര തെളിവ് പറഞ്ഞത് വഹാബിയത്തിൻ്റെ തെളിവല്ല, ഷാഫി ഫിഖ്ഹിൻ്റെ കിതാബിൻ്റെ ഇബാറത്ത് കൊണ്ടാണ് മൂപ്പർ വ്യാഖ്യാനിക്കുന്നത്. അതിന് മറുപടി അന്ന് ആ വിവാദം വലിയ തർക്കം ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാരുടെ, സുന്നി പണ്ഡിതന്മാരുടെ ഇടയിൽ ആ തർക്കം. അല്ല വഹാബി എന്ന് പറയുന്ന വിഭാഗം അന്നില്ലല്ലോ ഭൂമിയിൽ, കേരളത്തിൽ. എവിടെ ലോകത്ത് വേറെ സ്ഥലത്തുണ്ടാവുന്നതാണ്, ഭൂമിയിൽ കേരളത്തിലില്ല, ഉത്തരേന്ത്യയിലെല്ലാം ഉണ്ടാവും, ശരിയാണ്. അപ്പോൾ ആ തർക്കം ഉണ്ടായപ്പോൾ അതിന് ബഹുമാനപ്പെട്ട വെളിയങ്കോട് തട്ടാങ്കര കുട്ടിയാ മുസ്ലിയാർ, അന്നത്തെ പൊന്നാണിയിലെ മഹ്ദൂം ഇബ്നു ഹജർ എന്നാണ് മൂപ്പര പറയുന്നത്, കാലഘട്ടത്തിൻ്റെ ഇബ്നു ഹജർ. മൂപ്പരയും അതേപോലെ കാലഘട്ടത്തിൻ്റെ ഇബ്നു ഹജർ റംലി എന്നാണ് ഇപ്പോൾ മറ്റേ കുഞ്ഞമ്പാവ മുസ്ലിയാർ, ഇവർ രണ്ടും പൊന്നാണില്ല എന്നത്തെ ഏറ്റവും വലിയ ആലിമ്യങ്ങളാണ്. അവർക്കെതിരെ ചാലകത്തിനൊന്നും വാല്യൂ ഇല്ല. ആ രണ്ട് മഹാന്മാരെ ഫത്വയോട് കൂടി വിവാദങ്ങളെല്ലാം അവസാനിച്ചു. കുറേ തർക്കങ്ങളും മറുപടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനും വഹാബിസത്തിന് എന്ത് ബന്ധം? ഈ പൊട്ടന്മാർക്ക് തലക്ക് വെളിവില്ലേ? ചാലകത്ത് കുഞ്ഞഹമ്മദ് സുന്നിയാണ് ഒറിജിനൽ, അതിലൊന്നും സുന്നിസത്തിനെ വിട്ടിട്ടുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. മൂപ്പർക്ക് കുറച്ചോ ഈ ഭൗതിക കിതാബുകളെല്ലാം ദർസിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മൂപ്പര ദർസിൻ്റെ പ്രത്യേകത. പിന്നെ മൂപ്പര മരുമോനാണ് കെ എം മൗലവി. അതിനെന്താ ഇപ്പോൾ കെ എം മൗലവി വഹാബി 1921 ശേഷമല്ലേ? ഈ മരപ്പൊട്ടൻ എന്ന് പറയുന്നത് 19 ചാലകത്ത് വഫാത്തായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 21 ശേഷം വഹാബിസത്തിലേക്ക് 1920 പിന്നെ മലബാർ കലാപം നടന്നത്. അപ്പോഴെല്ലാം മലബാർ കലാപത്തിൽ കുഴപ്പമുണ്ടാക്കാനോ ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ചിരുന്ന മഴദനീവിനെ പോലെ ISS ഉണ്ടാക്കിയ മഴദനെ പോലെ ചെറുപ്പക്കാർക്ക് കാറ്റിട്ടിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ സായുധ പോരാട്ടം നടത്താൻ ഇറങ്ങിയവരാണ് ഇയാളെ MCC സഹോദരന്മാരെന്ന് പറയുന്ന ചാലകത്തിൻ്റെ മക്കളും ചാലകത്തിൻ്റെ മരുമോനായ ഈ കെ എം മൗലവി എന്ന് പറയുന്നത്. ഇവർക്ക് കുത്തുബിത്തങ്ങൾ അതേ ദർസിൽ ഓതി പഠിച്ചവരാണ് ചാലകത്തിൻ്റെ അടുത്ത്, കെ എം മൗലവിയല്ലോ. അവർ ചെറുപ്പക്കാരാണ്, കുത്തുബിത്തങ്ങൾ സീനിയറാണ്, അവർക്ക് ഇയാൾ ജൂനിയർ, അത്ര തന്നെ. അങ്ങനെ ഇവർ കാറ്റിട്ടിട്ട് ചെറുപ്പക്കാരെ ഇളക്കിയിട്ട് ഭയങ്കരമായ കുഴപ്പമുണ്ടായി. ആ കുഴപ്പത്തിൽ 10-50,000 അധികം മുസ്ലിങ്ങളെ കൊല്ലപ്പെട്ടു. ഇനിയിവിടെ നിന്നങ്ങ് നാട്ടിൽ നമ്മുടെ ബാക്കിയുള്ളവർ നമ്മളെ തല ബാക്കി വെക്കലാന്ന് പറഞ്ഞിട്ട് ഓരെന്താക്കി തെക്കൻ കേരളത്തിലേക്ക് ഒളിച്ചോടി. എന്ത്? അന്ന് കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴല്ല, അത് രാജഭരണത്തിൻ്റെ കീഴാണ്. ആ രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ നിന്ന് ശരി തന്നെ അവർക്ക് അപ്പം കൊടുത്തിട്ട് സ്വന്തം ഭരണം നിലനിർത്തിയ പ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് പോയെങ്കിൽ ബ്രിട്ടീഷിൻ്റെ പട്ടാളം അവിടേക്ക് വരികയില്ല. ഈ ബോധ്യമുള്ളത് കൊണ്ട് അവിടേക്ക് തടി തപ്പിയതാണ് ഓർ. അപ്പോഴെല്ലാം ഓർ ആരും സുന്നിയത്ത് വിട്ടിട്ടില്ല 21 കലാപങ്ങളിലല്ല. അതിന് ശേഷം അവിടെ പോയിരിക്കുന്ന സമയത്ത് ഈജിപ്തിൽ നിന്ന് ഇറങ്ങുന്ന റഷീദ് റുല്ലാൻ്റെ അൽമനാർ പത്രം അവർ വരുത്തി വായിക്കാൻ തുടങ്ങി. ആ ഒളിക്കാലത്ത് വെച്ചിട്ട്, ഒളിഞ്ഞിരിക്കുന്ന കാലത്ത്. അപ്പോൾ അതിൽ നിന്നാണ് ഓരോ തലതിരിയുന്നതും വഹാബിസം ഉണ്ടാകും. അവിടുത്തോളം ആരും വഹാബി എന്നുള്ള പ്രശ്നം കേരളത്തിലില്ല. എന്നിട്ടാണ് വന്നിട്ട് ഒരു വഹാബിസം പ്രചരിപ്പിച്ചത്, വഹാബി ആയത്. അപ്പോഴാണ് കുത്തുബി തങ്ങളുടെ നേതൃത്വത്തിൽ മൗലാന പിന്നെ ഷാലിയാത്തിൻ്റെ നേതൃത്വത്തിൽ വരക്കൽ മുല്ലക്കോ തങ്ങളൊക്കെ പാങ്ങിൽ അഹമ്മദ് കുട്ടൂസിലാടെ നേതൃത്വത്തിലല്ലോ വരക്കൽ മുല്ലക്കോ തങ്ങളെടുത്ത് പോയിട്ട് ഈ സമസ്ത ഉണ്ടാക്കേണ്ട ആവശ്യമെല്ലാം വരുന്നത്. മനസ്സിലായില്ലേ? കുത്തുബി തങ്ങളെ സമസ്തൻ്റെ ഔദ്യോഗിക മെമ്പറാക്കിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൂപ്പര ശിഷ്യന്മാരാണ് ഈ മുഷാവറങ്ങളിലായിട്ട് വന്നത്. ഒന്ന് കണ്ണിയത്ത് ഉസ്താദ്, സദഖത്തുൽ ഉസ്താദ്, മൗലാന കുഞ്ഞറട്ടി മുസ്ലിയാർ, ഇവരെല്ലാം കുത്തുബി തങ്ങളുടെ ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമികളാണ്. അന്നത്തെ പാങ്കാരന് വാഴക്കാട് ദർസിൽ വന്നിട്ട് ഇതിൽ ചേർക്കാൻ പറ്റിയ മുത്താലിങ്ങളിലെ ഉന്നത പണ്ഡിതന്മാരെ തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ 3 പേരെ മൂപ്പര ദർസിൽ പഠിക്കുന്ന മുത്താലിങ്ങളെ അതിലും സദഖത്തുൽ ഉസ്താദ് 19ാമത്തെ വയസ്സിലാണ് സമസ്തൻ്റെ കേന്ദ്ര മുഷാവറായത്, 26 സമസ്ത രൂപീകരിക്കുമ്പോൾ. അപ്പോൾ ശിഷ്യന്മാരെ സംഘടന ആയതുകൊണ്ട് കുത്തുബി തങ്ങൾ സമസ്തൻ്റെ ഔദ്യോഗിക മെമ്പർ എടുത്തില്ല. അന്ന് ശിഷ്യന്മാർ സംഘടന പോലെയാണ് രൂപീകരിക്കപ്പെട്ടത്. മൂപ്പര അതിൻ്റെ രക്ഷാധികാരിയാക്കി വെച്ചു. മുഖ്യ രക്ഷാധികാരി കുത്തുബി തങ്ങളും മൗലാന പിന്നെ ഷാലിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അഹമ്മദ് കോയ ഷാലിയാത്ത് തങ്ങളുമാണ്. ഇതെല്ലാം ഇതിൻ്റെ ചരിത്രം.
ഓരോ കേമോലവി ആദ്യം വഹാബിയായിട്ട് പറഞ്ഞെന്ന് ഞമ്മാരും ചൊല്ലിന. അയാൾ 21 ശേഷം വഹാബിയായി. അതിന് അയാളെ കാക്ക എന്ത് വെച്ച് അയാളെ ജീവിതകാലത്ത് അയാൾക്ക് മോളെ കെട്ടിച്ചു കൊടുത്തതിന് അയാളെ കുറ്റം പറഞ്ഞേക്കാവാ ചാലകത്തിന്. ഇപ്പം ചാലകത്തിനെ പോക്കറ്റ് അടിച്ചിട്ട് കൊണ്ടുവന്ന് നോക്കിയാൽ ഈ പഹയമാരായ വഹാബിയാണ്. അമിത വയസ്സ് ചൊല്ലിയത് വളരെ കറക്റ്റാണ്. ഇതിൽ യാതൊരു ഇതില്ല. ഇതൊന്നും ചരിത്രബോധമില്ലാത്ത വിവരമില്ലാത്ത പടുവിഡ്ഢികളായ മുമ്പിലുള്ള വഹാബികളെ തെറ്റിദ്ധരിപ്പിക്കാൻ മതിയാവുന്നല്ലാണ്ട് വേറൊന്നുമില്ല ഇതിൽ.